എല്ലാം ചേഞ്ചായി. മന്ത് പറയണം കല്യാണത്തിന് ഇവന്റെ ഒരു നിക്കാഹ് ഇതെങ്ങനെ പറയണേ. ഇവിടെ എല്ലാവരും നമ്മളുടെ വീഡിയോ കണ്ടോണ്ടിരിക്കുക. കണ്ടോളി സെയിം ടൈം നമ്മളെ ഡ്യൂട്ടി ഇതാക്കുന്ന ഒരു അടിപൊളി ബോക്സുമായിട്ട് ഇവിടെ ഏറ്റിട്ടുണ്ട്. ഇവൾക്കും അറിയില്ലട്ടാ ഇതിന്റെ ഉള്ളില് എന്താണ്. ഇതൊരു സർപ്രൈസ് സാധനമാണ്. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഓക്കെ, അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ കല്യാണമൊക്കെ ആയതുകൊണ്ട് എന്റെ ബോഡി ഒന്ന് ഉഷാറാക്കാൻ പുതിയ പേഴ്സണൽ ട്രെയിനറിനെ ഹയർ ചെയ്തു. സോ ആ ട്രെയിനറുടെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഒരു സാധനം അങ്ങ് വാങ്ങി. കുഞ്ഞുമോളെ, നമ്മളുടെ ജിമ്മിലേക്ക് പുതിയ സാധനം. കുഞ്ഞു, ഇന്ന് മുതൽ നീയാണ് സത്യം. നീയാണ് സത്യം കുഞ്ഞോ. ഞാൻ വർക്കൗട്ട് ഒന്ന് വെച്ചിട്ട് എനിക്ക് ഇപ്പോഴും ആ ജിമ്മത്താ ചേട്ടാ എപ്പോഴും വിളിക്കും. നീ കോൾ കട്ട് ചെയ്യണം. ബട്ട് നോട്ട് ദിസ് ടൈം ഗൈസ്. ഇപ്പൊ മാരേജ് ആണ്, എനിക്ക് ഒരു എയിം ഉണ്ട്. മാരേജ് ആണ് സ്റ്റേജിൽ നിൽക്കുമ്പോൾ അത്യാവശ്യം ഒരു വിരിഞ്ഞ ചെസ്റ്റും ഒരു 6 pack ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. കുറച്ചൊരു സംഭവം ആയി കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്കൊരു കോൺഫിഡന്റ് ആയിരിക്കും. കോൺഫിഡന്റ് അത് മാത്രമല്ല, ഞാൻ നമുക്കൊന്ന് ഇംപ്രസും ചെയ്യാലോ. യുനോ, എന്റെ 6 pack കാണിച്ചിട്ട് കുട്ടീനെ ഒന്ന് ഇംപ്രസ് ചെയ്തൂടെ? നിനക്ക് 6 pack ഇഷ്ടല്ലേ? അല്ലേ? അല്ല, ആദ്യത്തെ സാധനം ഇതാണ്. സോ ഞാൻ വേറെ ഗണ്ണം നല്ലത്. ബാക്കി സാധനങ്ങൾ ഇതിലുണ്ട്. നമുക്ക് ഓരോന്ന് ഫിറ്റ് ചെയ്യുമ്പോൾ എടുക്കാം. അല്ലെങ്കിൽ കുഞ്ഞുമാണ് ഫിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് വലിയ പ്രതീക്ഷ ഒന്നുമില്ല ഇത് റെഡി ആവുന്നുള്ള കാര്യത്തിൽ. സ്ക്രൂസ് ഒക്കെ ഉണ്ട്. സ്ക്രൂ ഞാൻ മുറുക്കി തരട്ടെ, അല്ലെ പൊട്ടി വീണോ. ഇനി ഈ സാധനമാണ് ഗൈസ്. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഞാൻ വാങ്ങിയത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ? ഇത് ഇവിടെ ആണ് വെക്കേണ്ടത്. ഇതോടെ ഫിറ്റ് ചെയ്തിട്ടോ. അതാ സ്ക്രൂ ഒക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. കുഞ്ഞാണ് സ്ക്രൂ ഒക്കെ മുറുക്കിയത്. എന്താവും എന്തോ ഇതോടാണോ? ഉറപ്പാണോ കുഞ്ഞോ? ഈ സാധനം ഇതിന്റെ ഉള്ളിൽ കിട്ടിട്ടോ. ഞാനിപ്പോ നേരത്തെ കാണിച്ച സാധനം ഇതിന്റെ ഉള്ളിൽ ഇട്ടിട്ട് ഇത് മാക്സിമം ടൈറ്റ് ആക്കിട്ടോ. നല്ലോണം മുറുക്കിട്ടോ ഞാളെ, അല്ലെങ്കിൽ ഞാൻ എക്സസൈസ് ചെയ്യുമ്പോഴേ മൂക്കും കുത്തി വെക്കും. ഇതൊന്നും ആക്കുഞ്ഞാളെ ഇതൊരു ഇളക്കണ്ടീന് കണ്ടോ? എവിടെ ഒരു സൈഡ് ഇവിടെ തട്ടുന്നില്ല ഗൈസ്. കണ്ട സംഭവം എന്താ വെച്ചാൽ ഗൈസ്, ഈ സാധനം തിരിക്കണം. ഈ സാധനം തിരിച്ചിട്ട് അതിന്റെ അളവിൽ വെക്കണം. ഇപ്പൊ നോക്കണം, ഞങ്ങൾ അളവിൽ വെച്ചപ്പോ അതിന്റെ അളക്കം നിന്ന് കൊറേ നേരമായി ഗൈസ്. ഇതും ഈ ഒരു അരമണിക്കൂറായി ഒരു സ്ക്രൂ ഇടുന്നു. ഞാനത് മൊത്തം കൈ കൊണ്ട് ഇട്ട് കഴിയിട്ട് അത് കഴിയുന്നില്ല ഗൈസ്. അപ്പൊ ഞാൻ വിചാരിച്ച പ്ലെയർ ഓർഡർ ചെയ്യാന്ന്. അപ്പൊ ഇതാക്കണം, അവിടെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. എത്തും ഗൈസ്. സ്വൈപ്പ് അപ്പ് ചെയ്താൽ 5 മിനിറ്റ്. ഇങ്ങനെ സമയത്തൊക്കെയാണ് ഇൻസ്റ്റമാർട്ടിലൂടെ പ്ലെയർ ഒക്കെ ഓർഡർ ചെയ്ത്. എന്ത് സുഖമല്ല ഞങ്ങളെ. നമ്മൾ അല്ലെങ്കിൽ ഷോപ്പിൽ പോകേണ്ടി വരും. സോ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്താ ഇതാണ്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യാം നമ്മളെ പരിപാടി. അപ്പൊ ഇതിന്റെ യൂസ് എന്ന് പറഞ്ഞാൽ അതെ, നമുക്കില്ലേ നമുക്ക് റേസിങ്ങിന് നമുക്ക് റേസിങ്ങിന് സെറ്റല്ലേ? അതെ അതെ അതെ. സംഭവം എനിക്ക് എക്സസൈസ് ചെയ്യാൻ വാങ്ങിയതാണെങ്കിലും ഗൈസ്. അപ്പൊ അങ്ങനെ ഇനി നമുക്ക് കാര്യങ്ങളിൽ കിടക്കാം. കാരണം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കുറെ പേര് ചോദിച്ചിട്ടുണ്ട് വെഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് എവിടെ പോയി, എന്തായി, എപ്പോഴാണെന്നൊക്കെ. സോ അവർക്ക് വേണ്ടിയുള്ള ഒരു ടോപ്പിക്കാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എല്ലാം ചേഞ്ചായി അല്ലേ? എല്ലാം ചേഞ്ച് ആയി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ആദ്യം തന്നെ മമ്മി പറയും ഹാളിന്റെ കാര്യം പറയും. ഹാള് ആദ്യം കണ്ട ഹാളല്ല, വീഡിയോയിൽ ഇട്ടിരുന്നു ഹാളല്ല. സംഭവം എന്ന് വെച്ചാൽ ഹാളിന് ഡേറ്റിന്റെ ഒരു ചെറിയ ഇഷ്യൂ കാരണം ഞങ്ങളിപ്പോ ആദ്യം ഞങ്ങൾ പരിപാടി പ്ലാൻ ചെയ്ത് അങ്ങനെ നിക്കാഹ് മോർണിംഗ്, റിസപ്ഷൻ ഈവനിങ് അല്ല. അതെ അതെ, അങ്ങനെ തന്നെ. അപ്പൊ ഞങ്ങൾ എന്ത് ഇപ്പം വേറെ ടൈപ്പാണ്. അതായത് നിക്കാഹ് ഒരു ദിവസം, മറ്റൊരു ദിവസം മാറ്റിട്ടില്ല. ഓക്കെ, പിന്നെ അടുത്ത ദിവസം റിസപ്ഷൻ. ഒരു നിക്കാഹ് ആദ്യം ഡേറ്റ് ഫിക്സ് ചെയ്ത ഡേറ്റ് തന്നെയാണ്. പിന്നെ പിറ്റേ ദിവസം റിസപ്ഷൻ മാത്രം മാറ്റി. അപ്പം പ്ലാൻ എന്ന് വെച്ചാൽ നിക്കാഹിന് നമ്മൾ പോയിട്ട് ആ ദിവസം നമുക്ക് നിക്കാഹിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പ് ചെയ്യാം. അതുപോലെ പിറ്റേ ദിവസം നമുക്ക് റിസപ്ഷൻ അതിന്റെ വീഡിയോ. അല്ലെങ്കിൽ എന്താ പറയുക, നിക്കാഹ് കഴിഞ്ഞ് വേഗം റിസപ്ഷന്റെ ആളിൽ പോയി അവിടെ നിന്ന് ജഗ പോകാം. തീരെ ടൈം എല്ലാവരും ലോങ് വരുന്നല്ലേ, ബുദ്ധിമുട്ട്. പിന്നെ ഹാളും നമ്മൾ മാറ്റിയിരിക്കുന്നു. ഹാള് വേറൊരു കിടക്കാച്ച് സാധനത്തിലേക്ക് നമ്മൾ മാറി. നമ്മൾ ആദ്യം കണ്ട അത് വീഡിയോയിൽ ഇടത്തില്ല, സർപ്രൈസ്. കാരണം നമ്മൾ ആദ്യം കണ്ട ഹാളിന് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല, അടിപൊളി ഹാളാണ്. വെച്ചാല് ഞങ്ങൾക്ക് പിന്നെ ഡേറ്റിന്റെ ഒരു ഇഷ്യൂ കാരണം ഞങ്ങൾക്ക് അത് മാറ്റേണ്ടി വന്നു. പക്ഷെ ഒട്ടും അതിനെക്കാട്ടിലും വേറൊരു കിടക്കാഴ്ച ഒരു വൈബ് പ്ലേസിലേക്കാണ് മാറിയത്. കാരണം നമ്മൾ ട്രാവൽ ചെയ്ത് വരുന്നവർക്ക് കുറച്ചുകൂടി റിലാക്സിങ്
അങ്ങനത്തെ ഒരു സാധനം കൂടി ആവും. പിന്നെ ഇവിടെ നിൽക്കാനുള്ള സ്റ്റേ, അതിന് വേണ്ടി ഇപ്പൊ ഞങ്ങൾ റൂമും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ പണി തുടങ്ങിയപ്പോൾ പിന്നെ വീട്ടിലേക്കായി, കല്യാണമല്ല guys, പിന്നെ വീട്ടിലേക്കുള്ള പണികളായി. ഞാൻ എന്തൊക്കെ നടക്കുന്നുള്ള കാര്യങ്ങളൊക്കെ ഡെഡിക്കേറ്റഡ് ആയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഹാളിനാണ് കല്യാണം എങ്കിലും പക്ഷെ എന്താണ് ലോങ് വരുന്നവരാണല്ലോ, അപ്പൊ അവർക്ക് നിക്കാൻ ഇവിടെ എല്ലാവർക്കും സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം ഇപ്പൊ ഒരു വീട്ടിലുണ്ടാവില്ലല്ലോ. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ധൈര്യമായിട്ട് വരാം. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവിടെ പിന്നെ ഒരു ഫാമിലി ഇവിടെ ഇല്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. എല്ലാവരും ഇവിടെ 3 ദിവസം മുന്നേ വരുന്നവരുണ്ട്, 2 ദിവസം മുന്നേ വരുന്നവരുണ്ട്, ഒരാഴ്ച മുന്നേ വരുന്നവരുണ്ട്, അടിച്ച് പൊളിച്ചിട്ട് വാന്ന് പറഞ്ഞ് ഉറപ്പിച്ചവരുണ്ട്. മാക്സിമം കളർഫുൾ ആക്കാനാണ് പ്ലാന്. പിന്നെ ഫുഡ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് കോഴിക്കോട് നിന്നുള്ള നമ്മളിവിടെ ഹൗസ് വാമിങ് നടത്തിയിരുന്നു. അപ്പം അന്ന് വെച്ച ഫുഡ് വെച്ച അതേ ടൈപ്പുള്ള ഫുഡ് തന്നെയാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. പിന്നെ അതിന്റെ കൂടെ വെറൈറ്റി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. വെറൈറ്റി ഉണ്ടാവും. പിന്നെ എന്താ സംഭവം എന്ന് വെച്ചാല് നമ്മൾ എന്താ പറയാ പ്രീ വെഡിങ് ഫോട്ടോഷൂട്ട് എന്ന സംഭവം നടക്കുന്നുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മൾ ഓൾറെഡി ഇപ്പൊ ക്യാമറമാനും മേക്കപ്പിന്റെ കാര്യങ്ങളൊക്കെ ഏത് സെറ്റ് ആയിട്ടുണ്ട്. അത് പെട്ടെന്ന് തന്നെ വരും. പ്രീ വെഡിങ് ഞാൻ ഓൾറെഡി പറഞ്ഞ പ്രീ വെഡിങ് ഫോട്ടോഷൂട്ട് നന്നായി നമ്മൾ ഫേസ് റിവീൽ ചെയ്യുന്നത്. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ പ്രീ വെഡിങ്ങിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വരും. പിന്നെ അടുത്ത ആഴ്ച ആയിരിക്കും നമ്മളെ വെഡിങ്. ഓക്കെ, അപ്പം അങ്ങനെ സെഗ്മെന്റിലാണ് സാധനങ്ങൾ മൊത്തം പ്ലാൻ ചെയ്തിരിക്കുന്നത്. പ്ലാൻ ചെയ്ത മാതിരി പോയാൽ മതിയായിരുന്നില്ലേ? എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഇപ്പൊ തന്നെ മാറിയത് കണ്ടില്ലേ? പിന്നെ നമുക്ക് കുറച്ച് വണ്ടികൾ എന്താ പറയാ ഇവിടുന്ന് ഹാളിലേക്ക് പോകാൻ, ഹാള് കുറച്ചൊന്ന് ദൂരത്താണ്ട് ഹാളിലേക്ക് പോകാൻ കുറച്ച് വണ്ടികളും കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ അത് അപ്പൊ നമ്മളെ ഫാമിലി ഇപ്പൊ ബസ്സിൽ വരുന്നവരുണ്ട്, കാറിൽ വരുന്നവരുണ്ട്, ട്രെയിനിൽ വരുന്നവരുണ്ട്. അന്ന് സ്വാമി കണ്ടില്ലേ, ടൂർ ബസ്സിലൊക്കെയാണ് വന്നത്. വലിയ ബസ്സായത് കൊണ്ട് ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞില്ല, അലമ്പായിരുന്നു. അപ്പൊ എന്താ സംഭവിച്ചാൽ നമ്മൾ അത് മൊത്തം പ്ലാൻ ചെയ്യണം. കുറെ കാര്യങ്ങളുണ്ട്. ആദ്യം വീടിന്റെ ഇപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇതൊരു ഒരാഴ്ചൻ്റെ ഉള്ളിൽ പരിപാടി ഫിനിഷ് ചെയ്യണം വീടിൻ്റെത്. എന്നിട്ട് വേണം നമുക്ക് കല്യാണം വിളിക്കാൻ പോകണം, വെഡിങ് കാർഡ് അടിക്കണമെങ്കിൽ. അത് അടുത്ത മന്താണ് നമ്മള് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അടുത്ത മന്ത് വിളിക്കാൻ പോകും. പിന്നെ മന്ത് പറയണം കല്യാണത്തിന്റെ കല്യാണത്തിന്റെ മന്ത് നവംബറിലാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞ് വൃത്തികെട്ട നവംബറിലാണ് ഇവന്റെ ഒരു നിക്കാഹ്. ശല്യം ഒഴിഞ്ഞ് കിട്ടി. എന്നിട്ട് കഷ്ടപ്പെടുത്താണ്. 20 വയസ്സ് മുതൽ കഷ്ടപ്പെടുത്തുന്നുണ്ട്. എന്റെ വിവാഹം അതാണ്ട് കഴിഞ്ഞില്ല, വരുന്നേ ഉള്ളൂ. അതെ, നവംബറിലൂടെ അത് കഴിഞ്ഞ്. ഗൈസ്, ഇനി മമ്മിക്ക് ഒരു വീഡിയോ കാണിച്ചിട്ട് റിയാക്ഷൻസ് നോക്കാം. ഞാനും അവളും തമ്മിലുള്ള ഒരു ഞങ്ങൾ പല സ്ഥലങ്ങളും പോയപ്പോൾ എടുത്ത് ചെറിയ ചെറിയ ക്ലിപ്പ് വെച്ചൊരു ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പൊ മമ്മി തിരക്ക് കാരണം കണ്ടിട്ടില്ലല്ലോ? ഇല്ല, എല്ലാം കണ്ടിട്ടുണ്ട്. വീഡിയോയിലാണ് അധികം ശ്രദ്ധിക്കുക. അത് മാത്രല്ല ഇപ്പൊ ഇവിടെ ഫുൾ ടൈം പണിക്കാരും അതൊക്കെ ആയതുകൊണ്ടൊന്നും ഞാൻ അങ്ങനെ പണിക്കാരെ കൊണ്ട് ഒരു തല്ലാണ്. ഒന്നും ഞാൻ കാണില്ല, ടിവിയോ മൊബൈലോ ഒന്നും. ഇതാണ് റിയാക്ഷൻസ് നോക്കാം. ഓക്കെ, ഇതെങ്ങനെ പറയണേ? റിയാക്ഷൻ റൊമാൻറ്റിക് അല്ലേ? റൊമാൻറ്റിക് അല്ലേ? ആണ് നന്ന്. അല്ല മിണ്ടാണ്ട് കുറെ നേരം കടന്ന് അല്ല ഇവിടെ ഒരു റൊമാൻറ്റിക് സാധനം കണ്ടിട്ട് ചർച്ച ചെയ്യുമ്പോൾ പിരി 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 പിരിന്ന് ഇനി എങ്ങാനും മിണ്ടാൻ ക്യാമറക്ക് പിടിച്ചു കൊടുക്കും. തിന്നാണ്ട ഉള്ള കാര്യം പറയാം. അല്ലാതെ അപ്പൊ കുറെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അപ്പൊ ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയാണ് വീഡിയോ ഇട്ടത്. അപ്പൊ എന്തായാലും സ്റ്റോപ്പ് ചെയ്യില്ലേ? ഇനിയും കാര്യങ്ങളുണ്ട് പറയാൻ. എന്ത് കാര്യങ്ങളാ? എല്ലാവരും വരണം. അത് കല്യാണക്കത്ത് അടിച്ചിട്ട് ഞാൻ വിളിക്കാം. ഓക്കെ, എല്ലാവരും വരുന്നൊക്കെ കല്യാണക്കത്തൊക്കെ അടിച്ചിട്ട് ഞാൻ എന്തായാലും ഒഫീഷ്യലായിട്ട് തന്നെ നിങ്ങളെല്ലാവരും വിളിക്കുന്നതാണ്. ഓക്കെ, ഇപ്പം മറക്കണ്ട, സേവ് ദ ഡേറ്റ്. ഞാൻ അങ്ങനത്തെ ഒരു ഫോട്ടോഷൂട്ട് അല്ല, നോർമൽ ഫോട്ടോഷൂട്ട്. ഡേറ്റ് ഞാൻ ഇപ്പം പറയുന്നില്ല, കാരണം അത് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അല്ലേ മമ്മി? അതെ, ഡേറ്റ് ഇപ്പൊ പറയുന്നില്ല. ഓക്കെ, അത് മാത്രമേ പറയാനുള്ളൂ. നമ്മളെല്ലാം പറയുന്നല്ലേ, നമ്മളെല്ലാം പറഞ്ഞാണല്ലോ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലേ. സോ വീഡിയോസ് വരും, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് വീഡിയോസ് വരാണ്ട്, സ്പെഷ്യലി ഞങ്ങളുടെ ഹണിമൂൺ വീഡിയോസും വരാണ്ട്. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. ഓക്കെ മമ്മി, ടാറ്റ കൊടുക്കുക. ടാറ്റ.